ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ എണീച്ചിട്ട് പണികളൊക്കെ എല്ലാം തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കുഞ്ഞിക്കിളി എണീച്ചിട്ടുണ്ട്. ചെക്കൻ ഇന്ന് പതിവിൽ കൂടുതലായിട്ട് ഭയങ്കര സ്നേഹവും പുന്നാരവും ചിണുക്കവും കരച്ചിലും ഡാൻസും പാട്ടും ഒക്കെ ആയിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ അത് കണ്ടിട്ട് പോകാനും മടിയായിരുന്നു. ചെക്കൻ ഇട്ടിട്ട് കുറച്ച് നേരമെങ്കിലും എൻ്റെ കുഞ്ഞിക്കിളിനെ മിസ് ചെയ്യല്ലോ എന്ന് വിചാരിച്ചിട്ട് പോകാനും ഭയങ്കര മടിയായിരുന്നു കേട്ടോ. കുളിപ്പിച്ച ശേഷം അമ്മയുടെയും ഡാഡിയുടെയും കയ്യിൽ ഞാൻ അവനെ കൊടുത്ത് എൻ്റെ സാരി ഒന്ന് തേക്കാണ്ടായിരുന്നു. ഇന്ന് സാരി ആണ്ട് കൊടുക്കുക. സാധാരണ ചുരിദാർ ഇട്ടിട്ട് പോലെ ഇന്നൊന്ന് സാരി ഉടുക്കണം, കാരണം ഒരു ഫംഗ്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഈ സാരി ഞാൻ തലേ ദിവസം അയൺ ചെയ്തൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. രാവിലെ ഷടേ പടയെന്നും പറഞ്ഞ് അയൺ ചെയ്തെടുത്ത്. ഇതൊരു 5-6 വർഷം മുന്നേ ഉള്ള എൻ്റെ ഒരു സാരിയാണ്. പക്ഷേ ആദ്യം ഉടുക്കാറില്ലാത്തതുകൊണ്ട് തന്നെ വലിയ വ്യത്യാസങ്ങളൊന്നും വരാതിരിക്കുന്നുണ്ട്. പെട്ടെന്നൊരു ഉടുക്കലങ്ങോട്ട് കൊടുത്തു. അത്ര പെർഫെക്ഷൻ ഒന്നും ആയില്ല എങ്കിലും ഞാൻ വീണ്ടും ഒന്നും കൂടി കൊടുത്തിട്ടാ സിമ്പിൾ മേക്കപ്പും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴും ഞാൻ ഓർത്തത് എപ്പോഴും ഞാൻ ഈ ഒരു സ്റ്റഡ് തന്നെയാണ് ഇടുന്നത്. പിന്നെ ഒന്ന് ചേഞ്ച് ആക്കിയേക്കാം, ചെറിയൊരു ജിമുക്ക, അതാണ് എനിക്കിഷ്ടം. അങ്ങനെ ജിമുക്ക് ഇട്ട് ഫുള്ള് സെറ്റായി ഞാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാട്ട് എൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ആ സാരി എനിക്ക് പൊതുവെ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അത് ഉടുക്കാനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എൻ്റെ ലഞ്ചും വെള്ളവും കോട്ടൊക്കെ എടുത്തിട്ടുണ്ട്. പുറത്ത് നല്ല വെയിലല്ലേ. ഈ മുടി ഇങ്ങനെ അയച്ചിട്ടതായാലും കോട്ടിൻ്റെ ഉള്ളിൽ മുടി പോകണതുകൊണ്ട് തന്നെ പറക്കുമ്പോൾ വലിയ പ്രശ്നമില്ല കേട്ടോ. ടൂവീലർ ഓടിക്കുമ്പോൾ ഇന്നലെ ഞങ്ങൾ റെഡിയാക്കി വെച്ച് ബാൻഡ് സ്കൂളിലെത്തിയ ഉടനെ ഞാനും ടീച്ചർ എവിടെ വെക്കണം എന്നിങ്ങനെ പ്ലാൻ ചെയ്യണതാണ്. നമ്മളൊരു കർട്ടനൊക്കെ ഇട്ടതിന് ശേഷം അതിൻ്റെ പുറത്താണ് ഈ ബാനർ വെക്കാൻ എന്ന് വിചാരിച്ചത്. വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് ലാസ്റ്റ് ദിവസം ആയതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് കുറേ സ്വീറ്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കുട്ടികളുടെ വക. നമുക്ക് സ്കൂളിലൊരു 4th സ്റ്റാൻഡേർഡ് വരെ ഉള്ളപ്പോൾ 4ാം ക്ലാസ് കഴിഞ്ഞ് പോകുന്ന കുട്ടികളുടെ വകയായിരുന്നു. കേക്കൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മളുടെ പ്രീ KGയിലൊക്കെ ഉണ്ട് ഗാർഡനിലെ കുട്ടികളുടെ കോൺവൊക്കേഷനായിരുന്നു. അതൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു. പിന്നെ ശരിക്കും ടയേർഡായിട്ടാണ്, ഭയങ്കര ചൂടും എല്ലാമായിട്ട്. ഇനിയിപ്പോൾ എന്തായാലും വീട്ടിൽ പോകണം. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കുഞ്ഞുങ്ങളീനെ ഓർമ്മ വന്നുകൊണ്ടിരിക്കണേ. അപ്പോൾ അത്രേ ഉള്ളൂ. ബാക്കി വിശേഷം നെക്സ്റ്റ് കാണാം. ടാറ്റാ, ബൈ ബൈ.